കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന് വിട നൽകി നാട്. തലയോലപ്പറമ്പ് കീഴൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ വികാരനിർഭരമായ നിമിഷങ്ങളായിരുന്നു. സർജറി കഴിഞ്ഞ മകൾ നവമിയും അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി. രാവിലെ 8:40 ബിന്ദുവിന്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് വീട്ടിലേക്കെത്തി. പൊതുദർശനം ആരംഭിക്കുമ്പോൾ മക്കൾ രണ്ടാളും അമ്മയ്ക്കരികിലേക്കെത്തി. ഭർത്താവ് വിശ്രുതനും അമ്മ സീതാലക്ഷ്മിയും കൂടി എത്തിയതോടെ സങ്കടം അണപൊട്ടി. ആശ്വസിപ്പിക്കാനാവാതെ കണ്ടുനിന്നവരും വിങ്ങി. നാടിന്റെ നാനാഭാഗത്തു നിന്നായി ആയിരങ്ങളാണ് ബിന്ദുവിനെ ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും സഹഭാരവാഹികളും പ്രതിപക്ഷ നേതാവ് BD സതീശനും എത്തി ആദരവർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിച്ചു. ബിന്ദുവിന്റെ ചെറിയ കൂലിപ്പണിയായിരുന്നു ആ വീടിന്റെ വരുമാനമെന്ന് മനസ്സിലാക്കുന്നു. ആ വീടിനെ സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അത് ഞങ്ങൾ KPCCയും പ്രതിപക്ഷവും ശക്തമായിട്ട് തന്നെ ആവശ്യപ്പെടുകയാണ്. അടിയന്തരമായി ചെയ്യേണ്ടത് കുട്ടിയുടെ ചികിത്സയാണ്. ആ ചികിത്സ സർക്കാർ സൗജന്യമായി നടത്തിക്കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ നടത്തിക്കൊടുക്കും. കുടുംബത്തിന് നഷ്ടപരിഹാരവും മകളുടെ ചികിത്സയും ഉറപ്പുവരുത്തുമെന്ന് ജില്ലാ കളക്ടർ. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് റിപ്പോർട്ട് കൊടുക്കുന്ന മുറയ്ക്ക് ക്യാബിനറ്റിൽ അത് കൊണ്ടുവരുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ബിന്ദുവിനെ അവസാനമായി കാണാനുള്ള ആളുകളുടെ ഒഴുക്ക് ചടങ്ങുകൾ വൈകിപ്പിച്ചു. 12 മണിക്ക് ശേഷം പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം കർമ്മങ്ങൾക്കായി എടുത്തു. 1 മണിയോടെ ചിതയിലേക്ക്. ഭർത്താവ് വിശ്രുതൻ അവസാന ചുംബനം നൽകി ബിന്ദുവിന് വിട നൽകി. മകൻ കർമ്മങ്ങൾ പൂർത്തീകരിച്ചു. ജോലി കിട്ടി ആദ്യ മാസത്തെ ശമ്പളം അമ്മയ്ക്ക് നൽകി സന്തോഷിപ്പിക്കാനിരുന്ന മകൻ നവനീത് ഒടുവിൽ അമ്മയുടെ ചിതയ്ക്ക് തിരികൊളുത്തി. തലയോലപ്പറമ്പിൽ നിന്നും ഫൈസൽ നിൽക്കുന്നതിനൊപ്പം യു ഷൈജു, മീഡിയ 1.